അവിടെ മുന്നിലായിരുന്നു. അപ്പോൾ അവിടെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കഴിയട്ടെ. ഓക്കെ, ഇത് വീഡിയോ നല്ല വീഡിയോ ഉണ്ടായി. മഞ്ഞ ഇത് കിടക്കുന്ന സ്ഥലമില്ലേ, ഇതാണ് കാമാട്ടിപുരം. കൽക്കട്ടയിലെ കാമാട്ടിപുരമാണ്. രാത്രി 12 മണി സമയത്ത് സുപ്രസിദ്ധ ഗാതികൻ വി സാംബശിവൻ്റെ 20-ാം നൂറ്റാണ്ടിലും ഒക്കെ നമ്മൾ കേട്ട ആ പ്രദേശം എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല, അതൊരു വലിയ സംഭവമാണ്. ആ കാമാട്ടിപുരത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുവാണ്. അതൊരു നല്ലൊരു ടാക്സി ഡ്രൈവറെ നമുക്ക് കിട്ടി. അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെയൊക്കെ കൊണ്ട് നടക്കുകയാണ്. വളരെ ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിലും 40 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ജ്യോതിബാസു സർക്കാരിന് ശേഷം അതിനുശേഷം വന്ന മമതാ ബാനർജിയുടെ ഈ ഭരണകാലത്തുമൊക്കെ ഇവിടെയൊക്കെ നടക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ കഥാപ്രസംഗത്തിൽ സാംബശിവൻ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആ മാറ്റങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും അതുവഴി ഞങ്ങളൊന്ന് കൽക്കട്ടയിൽ എത്തുമ്പം അവിടെ സന്ദർശിക്കണം എന്നുള്ളതൊരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സന്ദർശിച്ചത്. ആ സന്ദർശനത്തിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് ആണ് പറയുന്നത്. ഒക്കെ എന്താ പറയുന്നത്, എന്താ പറയുന്നത് വെച്ചാൽ ഇതൊരു അനുഭവങ്ങളാണ്, ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. നമ്മൾ ലോകം കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. കേരളമല്ല തമിഴ്നാടല്ല ബാംഗ്ലൂർ, കർണാടക, അതല്ല ആന്ധ്ര, അതല്ല UP, അതല്ല പശ്ചിമ ബംഗാൾ, അതല്ല മണിപ്പൂർ. നമ്മൾ ലോകം കാണുക. ലോകം കാണുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വമെന്നൊക്കെ നമ്മൾ പ്രസംഗത്തിൽ പലരും പറയുന്നത്. ലോകം ഈ ഇന്ത്യ എന്ന് പറയുന്നത് മൊത്തം കാണാതെ പറയുന്ന വിഷയങ്ങളാണ്. പക്ഷേ കാണണം. മനുഷ്യരാണ്, ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ്. ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങളുടെ സമ്പത്താണ്. ആ സമ്പത്ത് എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൽക്കട്ടയുടെ ഏറ്റവും തീവ്രമായ പെരുവിൻ്റെ മധ്യത്തിലൂടെയാണ് ഈ അർദ്ധരാത്രിയിലെ ഈ യാത്ര. ഇത് വളരെ ബോധപൂർവം ഈ യാത്ര ഞങ്ങൾ നടത്തുന്നതാണ്. അനുഭവമാണ്. ആ അനുഭവം ആർക്കെങ്കിലുമൊക്കെ ഒരു പഠന വിഷയമൊക്കെ ആവുമെങ്കിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ഇപ്പോൾ തന്നെ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് കൂടുതൽ ഒന്നും പറയുക എന്ന് പറയുന്നത് ഔചിത്യമല്ല. മലയാളികൾക്ക് ഒരുപക്ഷെ കേരളീയക്കാർക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത വിധം ഉള്ള സംഭവ വികാസങ്ങളായിരിക്കാം ഒരുപക്ഷെ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ കൽക്കട്ട എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും ഒരു ദിവസത്തെ ഈ അർദ്ധരാത്രി 12 മണി കഴിഞ്ഞു. ഇതിനൊന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഏവർക്കും കൽക്കട്ട എന്ന ഒരു നഗരത്തിനെ കുറിച്ചൊരു ഏകദേശ രൂപം 21-ാം നൂറ്റാണ്ടിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. താങ്ക് യു.